നിങ്ങളുടെ കുട്ടി പുസ്തകം തുറക്കാൻ പോലും തയ്യാറാകുന്നില്ലേ? പഠിക്കാനിരിക്കൂ എന്ന് പറഞ്ഞാൽ ഉടനെ ക്ഷീണം, ദേഷ്യം അല്ലെങ്കിൽ മൊബൈൽ വേണം എന്നാവശ്യപ്പെടുന്നുണ്ടോ? ഇത് പല വീടുകളിലും കാണുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാകാൻ ചില സിമ്പിളായിട്ടുള്ള ടിപ്സ് ഉണ്ട്. ഇന്ന് ഓരോ പാരൻസും പരീക്ഷിക്കേണ്ട 5 ഈസി മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഐ ആം അഫ്സില മാളിയേക്കൽ, പാരന്റ് എംപവർമെൻറ്റ് ട്രെയിനർ എന്ന നിലയിൽ കുട്ടികളുടെ ബിഹേവിയർ, റീഡിംഗ് ഹാബിറ്റ്സ്, ലേണിംഗ് സ്കിൽസ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്നിവയിൽ പാരൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടിക്കൽ പാരൻറ്റിംഗ് ടിപ്സാണ് ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പോയിന്റ് 1, പഠനത്തെ ഒരു റൂട്ടീനാക്കുക. കുട്ടിക്ക് പഠിക്കാനുള്ള സ്ഥിരമായിട്ടുള്ളൊരു സമയം നിശ്ചയിക്കുക. ഓരോ സമയവും ഒരേ സമയത്ത് പഠിക്കാനിരുന്നാൽ അതൊരു ശീലമായിട്ട് മാറും. എക്സാമ്പിളായിട്ട് സ്കൂൾ കഴിഞ്ഞ് വിശ്രമവും ഭക്ഷണവും കഴിഞ്ഞ് വൈകിട്ട് ഒരു 6 മണിക്ക് ഒരു 20 മുതൽ 30 മിനിറ്റ്സ് പഠനം. ഇങ്ങനെ ചെറിയൊരു റൂട്ടീൻ പോലും കുട്ടിയുടെ മനസ്സിനെ പഠനത്തിന് റെഡിയാക്കിയെടുക്കാൻ കഴിയും. ഇനി പോയിന്റ് നമ്പർ 2, ചെറിയ ലക്ഷ്യങ്ങൾ നൽകുക. ഇന്ന് മുഴുവൻ ചാപ്റ്റർ പഠിക്കണം എന്ന് പറയുന്നതിന് പകരം ഇന്ന് ഈ 2 പേജ് മാത്രം വായിക്കുക എന്ന് പറയുക. ചെറിയ ലക്ഷ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കുട്ടിക്ക് ഈസിയാണ്. ഓരോ ചെറിയ വിജയവും കുട്ടിയുടെ കോൺഫിഡൻസിനെ കൂട്ടുകയും ചെയ്യും. പോയിന്റ് നമ്പർ 3, പഠനം രസകരമാക്കുക. എല്ലാ പഠനവും പുസ്തകം വായിച്ചുകൊണ്ട് മാത്രമാകരുത്. ഫ്ലാഷ് കാർഡ്സ്, ക്വിസ്, ഡ്രോയിങ്, റോൾ പ്ലേ, സ്റ്റോറി ടെല്ലിങ് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് പഠിച്ചാൽ കുട്ടിക്ക് പഠനം ഒരു ഗെയിം പോലെ തോന്നും. പോയിന്റ് നമ്പർ 4, കമ്പയർ ചെയ്യരുത്. നിന്റെ കൂട്ടുകാരന് എത്ര നന്നായി പഠിക്കുന്നു എന്ന തരത്തിലുള്ള താരതമ്യം കുട്ടിയെ പ്രോത്സാഹിപ്പിക്കില്ല. മറിച്ച് അവൻ്റെ ആത്മവിശ്വാസം കുറക്കും. പകരം പറയുക, ഇന്നലേക്കാൾ ഇന്ന് നീ കൂടുതൽ ട്രൈ ആക്കിയിട്ടുണ്ട്, അതിൽ ഞാൻ ഹാപ്പിയാണെന്നുള്ളത് പോലെ സംസാരിക്കുക. ഇനി പോയിന്റ് നമ്പർ 5, ശ്രമത്തെ അഭിനന്ദിക്കുക. റിസൾട്ട് മാത്രം നോക്കാതെ കുട്ടിയുടെ ട്രൈ ആക്കലിനെ അഭിനന്ദിക്കുക. നീ വളരെ ശ്രദ്ധയോടെ പഠിച്ചു എന്നൊരു വാക്ക് പോലും അടുത്ത തവണയും അതേ ശ്രമം തുടരാൻ കുട്ടിയെ പ്രേരിപ്പിക്കും. എന്നോട് ഒരു മദർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകള് പഠിക്കാനിരിക്കുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ എഴുന്നേറ്റ് പോകും എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോടൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞതാണ്. ഒരു 20 മിനിറ്റ് പഠനം, 5 മിനിറ്റ് റെസ്റ്റ് എന്നുള്ള പോലെ ആ രീതിയിലേക്ക് മാറ്റിയപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ കുട്ടി സ്വയം പഠിക്കാനിരിക്കാൻ തുടങ്ങി എന്നുള്ളത് അവർ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഫലങ്ങൾ നൽകുന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ 5 വഴികൾ നിങ്ങൾ ആദ്യം വീട്ടിൽ പരീക്ഷിക്കാൻ പോകുന്നത് ഏതാ? പഠന സമയം നിശ്ചയിക്കലാണോ, ഫണ്ണായിട്ട് പഠിക്കാനിരിക്കലാണോ, കമ്പയർ ചെയ്യാതിരിക്കുകയാണോ, അതോ ശ്രമത്തെ അഭിനന്ദിക്കലാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു പാരൻറ്റിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ പാരൻറ്റിംഗ് ആൻഡ് സ്റ്റഡി ടിപ്സ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്